തസ്രാക്കിൽ ഒ.വി. വിജയൻ ജന്മദിനം ആഘോഷിച്ചു. ഒ.വി. വിജയന്റെ 95ാം ജന്മദിനത്തോടനുബന്ധിച്ച് സ്മാരകത്തിൽ സംഘടിപ്പിച്ച വിജയൻ ജന്മദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ ബെന്യാമിൻ നിർവഹിച്ചു. എഴുത്തുകാരി എസ്. ശാരദക്കുട്ടി വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്മാരക സമിതി സെക്രട്ടറി ടി.ആർ. അജയൻ, ചെയർമാൻ ടി.കെ. നാരായണദാസ്, വിജയന്റെ സഹോദരി ഒ.വി. ഉഷ, സ്മാരക സമിതി വൈസ് ചെയർമാൻ ആഷ മേനോൻ, എഴുത്തുകാരി മാനസി, ഭരണസമിതി അംഗം രാജേഷ് മേനോൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വലിയ ഏതൊരു പുരസ്കാരത്തെക്കാളും വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ഏതൊരു എഴുത്തുകാരനും വായിക്കപ്പെടുന്നതിനേക്കാൾ അധികം, ഒരുപക്ഷെ ബഷീറിന് ശേഷം അധികമായി വായിക്കപ്പെടുന്ന എഴുത്തുകാരൻ ഒ.വി. വിജയനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരാൾ മരിച്ച് കാലം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം വിസ്മൃതിയിലായി പോകുന്ന ഇക്കാലത്ത് ഇത്തരത്തിൽ കാലം, പുതിയ തലമുറ, പുതിയ വായനക്കാർ അദ്ദേഹത്തെ കൊണ്ടാടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസക്തി കൂടുതൽ കൂടുതൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ്. ഇന്ന് ഇത്രയധികം ചെറിയ കുട്ടികൾ, ഒരുപക്ഷെ ഒ.വി. വിജയനെ ഒരിക്കലും വായിക്കാൻ ഇടയില്ലാത്ത, അല്ലെങ്കിൽ ഭാവിയിൽ വായിക്കാൻ ഇടയുള്ള കുറച്ച് കുട്ടികൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും അവർ ഇവിടെ വരുന്നു, ഇവിടുത്തെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, ഇവിടുത്തെ ചിത്രങ്ങൾ കാണുന്നു, അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ കാണുന്നു, പുസ്തകങ്ങളുടെ പേരുകളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൂടെ ഒരു പുതിയ തലമുറ കൂടി അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്കും അദ്ദേഹത്തിൻ്റെ സാംസ്കാരികപരമായ പ്രസക്തിയിലേക്കുമൊക്കെ കൂടുതൽ അടുക്കാനിടയാവുന്ന, അവരെ ഇവിടെ കൊണ്ടുവന്ന അധ്യാപകരെ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഞാൻ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ പല എഴുത്തുകാരുടെ സ്മാരകങ്ങൾ സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരാണ്. നമുക്കൊക്കെ പ്രിയപ്പെട്ട ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അരക്കറ്റക്കയിലെ അദ്ദേഹത്തിൻ്റെ വീട് പോയി കാണാൻ, അല്ലെങ്കിൽ നിക്കോസ് കസൻസാക്കിസിൻ്റെ ക്രീറ്റിലെ അദ്ദേഹത്തിൻ്റെ സ്മാരകം പോയി കാണാൻ, ഫ്രാൻസ് കാഫ്കയുടെ സ്മാരകം കാണാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. ജെയിംസ് ജോയ്സിൻ്റെ സ്മാരകത്തിൽ പോയിട്ടുണ്ട്. അതിലൊക്കെ പലപ്പോഴും ഈ പറയുന്നത് പോലെ അവരുടെ ജന്മദേശത്തോ അവരുമായി ബന്ധപ്പെട്ട, ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട ഇടങ്ങളിലോ ആണ് എങ്കിൽ ഒരു എഴുത്തുകാരൻ സൃഷ്ടിച്ച ഭാവനാ ഭൂപടത്തിലാണ് ഒ.വി. വിജയന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നത്. അതിഥിയെ വിളിച്ചാൽ അതിഥി പോകുന്നത് വരെ വയറ്റിൽ തിരിയാണ്. എന്തെങ്കിലും പ്രശ്നം വരുമല്ലോ, ചായയുടെ ചൂടുണ്ടാകുമ്പോൾ ഭക്ഷണം. പക്ഷെ ടീച്ചർ അന്ന് എന്നോട് സഹകരിച്ച ഒരു രീതിയുണ്ട്, ഞാനത് ഒരിക്കലും മറക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ ടീച്ചറുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാർ, എൻ്റെ കൂടെ ടീച്ചറുടെ കൂടെ സഹകരിക്കാൻ വേണ്ടി, ഒരു സെമിനാറല്ല, ഒരു ക്യാമ്പ്, വിദ്യാർത്ഥികളുടെ ഒരു ക്യാമ്പ്, അതിനുവേണ്ടി ടീച്ചർ എന്നെ വിളിച്ചു. ഇത് ഇങ്ങനെ ഒരു അവസരത്തിലല്ലാതെ ഞാൻ എപ്പോഴാണ് പറയുന്നത്, എൻ്റെ ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒ.വി. ഉഷ ടീച്ചർ തന്ന സ്ഥാനമായിരുന്നു. അതിനേക്കാൾ രസകരമായ കാര്യം, 4-5 ദിവസത്തെ ഒരു ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ടീച്ചർ എൻ്റെ പ്രിൻസിപ്പളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ വാക്കുകൾ ഞാൻ തന്നെ പറയുമ്പോൾ കത്തെൻ്റെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇത് പുകഴ്ത്തലായിട്ട് കാണണം, പിന്നെ ഒന്ന് എനിക്ക് ഇത്തിരി ഒന്ന് അഭിമാനിക്കണം, അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് വളരെ നല്ല വാചകങ്ങൾ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. നിങ്ങളുടെ ഈ ടീച്ചർ ഈ കോളേജിന് ഒരു അസറ്റാണ് ഒ.വി. ഉഷ ടീച്ചർ പറഞ്ഞു എന്നാണ്, ഇത്ര എനർജറ്റിക്കായ ഈ ടീച്ചർ നിങ്ങൾക്കൊരു അസറ്റാണെന്ന് പറഞ്ഞു എന്നാണ് പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത്. ഞാൻ ഓർത്ത് പ്രിൻസിപ്പൽ എന്നെ കൊണ്ട് വീണ്ടും പണിയെടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, ഞാൻ ഒ.വി. ഉഷയോട് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ കാര്യം ഒന്ന് എഴുതി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിമനോഹരമായ ഒരു കത്തിൽ, ടീച്ചർ പക്ഷേ ഓർക്കുന്നില്ല, എൻ്റെ കയ്യിൽ ആ കത്തിരിപ്പുണ്ട്. അതിമനോഹരമായ ഭാഷയിൽ ഞാൻ ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ ടീച്ചറുടെ കൂടെ ചെയ്തു കൊടുത്ത വർക്കിനെ കുറിച്ച് എനിക്ക് ആദ്യം കിട്ടിയ അവാർഡും ഏറ്റവും വിലപ്പെട്ട അവാർഡും ഒ.വി. ഉഷ ടീച്ചറിൽ നിന്ന് കിട്ടിയതാണ്. ഇതൊരു മിനിറ്റ് പിടിക്കണം, ഞാൻ
2005 മാർച്ച് മാസം 30-ാം തീയതി നമ്മൾ അദ്ദേഹത്തിന് 25 വയസ്സ് മാത്രമായിരുന്നു പ്രായം ഉണ്ടായിരുന്നത്. ഞാനിവിടെ നിന്ന് ആലോചിക്കുമ്പോൾ വിജയമില്ലാത്ത പോലും ഞാൻ കണ്ടിടത്തോളം ഞാൻ നിരീക്ഷിച്ചിടത്തോളം സുകുമാരഴിക്കോട് ഇത്തരത്തിലൊരു പ്രവചന സ്വഭാവത്തോടുകൂടി രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയിട്ടുള്ള ഒരാളായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം അതാത് കാലത്തെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വ്യത്യസ്തമായി വിജയന്റെ ചിന്തകൾക്കും ചെയർമാൻ കെ നാരായണദാസ് സ്വാഗതം ആശംസിച്ച ടി.ആർ. അജയൻ, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട ശാരദക്കുട്ടി, അനുസ്മരണം നടത്തുന്ന പ്രിയപ്പെട്ട കവി ഒ.വി. ഉഷ, പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആശാ മേനോൻ, വേദിയിലും സദസ്സിലുമുള്ള